അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബ്ബീങ്ങളെ, റമളാനിലെ ആദ്യത്തെ 10 കഴിഞ്ഞു രണ്ടാമത്തെ 10ലാണ് നാം ഉള്ളത്. റമളാനിലെ രണ്ടാമത്തെ 10ൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. റമളാനിലെ രണ്ടാമത്തെ 10ൽ ചൊല്ലേണ്ട ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ അഫ്ർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഫ്ർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം, ലോകരക്ഷിതാവായ അള്ളാഹുവെ, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തു തരേണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇത് രണ്ടാം 10ൽ ചൊല്ലേണ്ട ദുആയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 1 മുതൽ 30 ദിവസങ്ങളിൽ പതിവാക്കേണ്ട അതിമഹത്തമായ വളരെ പ്രതിഫലമുള്ള ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാനായിട്ട് പോകുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതിൻ്റെ അർത്ഥം, ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. സ്വർഗപ്രവേശനത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് അതിമഹത്തമായ വളരെ പ്രതിഫലമുള്ള ഒരു ദുആയാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഇത് 1 മുതൽ 30 വരെ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റു ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദിക്റുകൾ നമുക്ക് പതിവാക്കാനുണ്ട്. അതിൽ കുറച്ച് ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ ദിക്ർ. രണ്ടാമത്തത് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്റാണ്. ഇത് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറക്കൽ മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും മറ്റു ആഗ്രഹങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളും എല്ലാം നീങ്ങുവാനും എല്ലാം ഈ ഇസ്തിഗ്ഫാർ വളരെ ഉപകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസം നല്ല രീതിയിൽ ഇബാദത്ത് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത്.